അറബി ഭാഷ പ്രാധാന്യവും സവിശേഷതകളും. ലോകഭാഷകളിൽ വളർച്ചയിലും വ്യാപനത്തിലും ഒന്നാം സ്ഥാനത്തുള്ള അറബി ഭാഷ സെമിറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഒരു ഭാഷയാണ്. ഹീബ്രു, അറാമിക് ഭാഷകളും ഇതേ കുടുംബത്തിൽപ്പെട്ടതാണ്. സെമിറ്റിക് ഭാഷകളിൽ ഇന്നും സജീവമായി നിലനിൽക്കുന്ന ഭാഷ അറബി മാത്രമാണ്. ജനസംഖ്യയനുസരിച്ച് ലോകത്തെ 4ാമത്തെ വിനിമയ ഭാഷയാണിത്. ലോകത്ത് 26 രാഷ്ട്രങ്ങളും 25 കോടി ജനങ്ങളും അവരുടെ മാതൃഭാഷയായി അറബി ഉപയോഗിക്കുന്നു. അനേകം പേർ തങ്ങളുടെ പ്രഥമ ഭാഷ അല്ലെങ്കിൽ കൂടി അറബി സംസാരിക്കുന്നുമുണ്ട്. ഡിസംബർ 18 യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 2010 മുതൽ എല്ലാ വർഷവും അറബി ഭാഷാ ദിനമായി ആചരിച്ചുവരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയായി അറബി പ്രഖ്യാപിക്കപ്പെട്ടത് 1973 ഡിസംബർ 18 എന്നതിനാലാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രചാരണവുമായി മക്കയിൽ പ്രവർത്തിക്കുന്നതിന്റെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അറബി ഭാഷ ഉദയം ചെയ്തത്. പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാമിന്റെ പുത്രൻ സാം എന്നിവരുടെ പരമ്പരയിൽപ്പെട്ടവർ സംസാരിച്ചിരുന്ന സെമിറ്റിക് ഭാഷയിലാണ് അറബിയുടെ വേരുകൾ ചെന്നെത്തുന്നത്. ഇരുണ്ട കാലഘട്ടമെന്ന് ചരിത്രം വിശേഷിപ്പിച്ച 4ാം നൂറ്റാണ്ടിലും 5ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും അറബി സാഹിത്യത്തിൽ രചനകൾ നടന്നിട്ടുണ്ട്. മുഅല്ലഖകൾ എന്നറിയപ്പെടുന്ന അറേബ്യൻ കവിതാ സമാഹാരങ്ങൾ രചിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. ലോകഭാഷകളിൽ വളരെ ലളിതമായ ഭാഷകളിലൊന്നാണ് അറബി. ജാതിമത ഭേദമന്യേ ആർക്കും വേഗത്തിൽ മനസ്സിലാക്കുവാനും പഠിച്ചെടുക്കുവാനും കഴിയുന്ന ഭാഷയാണത്. അറബി ഭാഷയിലെ പ്രസിദ്ധമായ പല നിഘണ്ടുകളും സാഹിത്യ ചരിത്ര കൃതികളുമൊക്കെ തയ്യാറാക്കിയത് അമുസ്ലിങ്ങളാണ് എന്നത് ചിലർക്കെങ്കിലും ഒരു പുതിയ അറിവായിരിക്കും.